CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും പാലക്കാട് എലപ്പുള്ളി പാടിക്കോ അരിമില്ല് പൂട്ടി. ജില്ലയിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നെല്ല് സംഭരിച്ച് അരിയാക്കുന്ന ഏക സ്ഥാപനമാണ് അടച്ചത്. എന്നാൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണം നിഷേധിച്ച് ഭരണസമിതി രംഗത്തു വന്നു. പാലക്കാട് ജില്ലയിലെ കർഷകരുടെ നെല്ല് സംഭരണത്തിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി 2002 എലപ്പുള്ളി തേനാരിയിൽ പാടിക്കോ പ്രവർത്തനം ആരംഭിച്ചത്. വ്യക്തികളിൽ നിന്നും 1.40 കോടി രൂപ ഓഹരി മൂലധനമായി സമാഹരിച്ചും സർക്കാർ ഓഹരി മൂലധനമായി നൽകിയ 2 കോടി രൂപയും ചേർത്ത് സഹകരണ മേഖലയുടെ നിയന്ത്രണത്തിലായിരുന്നു പാടിക്കോയുടെ പ്രവർത്തനം. എന്നാൽ ഭരണസമിതിയുടെ അഴിമതി മൂലം പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്ന് ആരോപണമുയരുന്നു. 1997 സംഘം രജിസ്ട്രേഷൻ നടത്തുന്നത്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 2004 ഈ സ്ഥലം ഏറ്റെടുക്കാനും മിഷനറി എടുക്കാനും ഒക്കെ കൂടി വേണ്ടി അന്ന് പിരിച്ച പൈസ എന്ന് പറയുന്നത് 33 ലക്ഷം രൂപ മാത്രമാണ്. അന്ന് ഓഹരിയായി കിട്ടിയതും വ്യക്തികളുടെ നിന്നും എല്ലാം ബാങ്കുകളുടെ നിന്നും ഒക്കെ കിട്ടിയത് 33 ലക്ഷമാണ്. സർക്കാരിൻ്റെ നിന്ന് 2 കോടി രൂപ നമുക്കന്ന് GSP ആയിട്ട് കിട്ടി. പക്ഷെ അത് GSP ആയിട്ട് കിട്ടുന്ന സമയത്ത് ചില സാങ്കേതിക പ്രശ്നം കാരണം 2000 കിട്ടേണ്ടത് 2004 വരേക്കും അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കിട്ടാൻ വൈകി. അപ്പോൾ ഇത് സ്ഥലം ഏറ്റെടുക്കലും മിഷനറി വാങ്ങിക്കലും ബിൽഡിംഗ് കെട്ടലുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർ വന്നു. അപ്പോൾ അന്നത്തെ ജില്ലാ ബാങ്കായ കേരള ബാങ്കിൻ്റെ അടുത്ത് 2 കോടി രൂപ 2000 വായ്പ എടുത്തു. നമ്മൾ പ്രവർത്തനം തുടങ്ങിയത് 2004 ആകുമ്പോഴേക്കും ഈ 2 കോടി രൂപ അന്ന് 14% പലിശയാണ്. അത് 4 കോടിയായി വർദ്ധിച്ചു. ആ തുടക്കമുള്ള പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സംഘത്തിന് 4.90 കോടി രൂപ ഗ്രാന്റായും 2 കോടി വായ്പയായും സർക്കാർ നൽകിയിരുന്നു. കേരള ബാങ്കിൽ നിന്നും 6.35 കോടി രൂപ വായ്പയും എടുത്തിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് ഈ ധനസഹായം വാങ്ങിയതെങ്കിലും ഭരണസമിതിയുടെ വൻ അഴിമതി മൂലം 1.5 കോടി സ്ഥിര നിക്ഷേപമുള്ള പാടിക്കോ 21.11 കോടി രൂപയിലേറെ നഷ്ടത്തിലായി. ഇതുമൂലം ജപ്തി നടപടികളിലേക്ക് നീങ്ങുകയാണെന്നും പാടിക്കോ സംരക്ഷണ സമിതി ആരോപിച്ചു. എന്നാൽ ഭരണസമിതി അഴിമതി ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തി. പാലക്കാടിലെ കർഷകർക്ക് വളരെ പ്രത്യാശയായിരുന്നു പാടിക്കോ, പ്രതീക്ഷയുമായിരുന്നു. നല്ല രീതിയിൽ കർഷകരുടെ നെല്ല് സംഭരണം നടത്തി സാധാരണക്കാർക്ക് ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ ഒരു അന്നദാതാവ് പോലെ പ്രവർത്തിച്ച സംഘമാണ് പാടിക്കോ. 21 കോടി രൂപയാണ് ഇപ്പോൾ ഒരു മൂലധന സൂക്ഷിപ്പ് യാതൊന്നുമില്ലാതെ 21 കോടി രൂപ മുഴുവൻ പാപ്പരാക്കി ഇപ്പോൾ കൂട്ടിക്കിടക്കുകയാണ് 6 മാസമായിട്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും 100ഓളം തൊഴിലാളികളുടെ പണിയും പോയി. അപ്പോൾ അതുകൊണ്ട് പാടിക്കോ 21 കോടി രൂപ നഷ്ടത്തിലാക്കി അത് മുഴുവൻ ഇപ്പോൾ ലിക്വിഡേഷൻ നടപടി വളരെ കൂപ്പുകുത്തി ലിക്വിഡേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തലാക്കി വീണ്ടും പുനർജീവിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ എത്രത്തോളം മുന്നോട്ട് വരണം ഇനിയുള്ള ഭരണസമിതി എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ജില്ലയിൽ നേരത്തെ ആലത്തൂർ, കാവശ്ശേരി, കണ്ണമ്പ്ര എന്നിവിടങ്ങളിലും സർക്കാരിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരണത്തിനായി കോടികൾ ചെലവഴിച്ച് ആരംഭിച്ച മില്ലുകളുടെ പ്രവർത്തനങ്ങളും നിലച്ചിരുന്നു. ജനം, പാലക്കാട്.